ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ നമുക്ക് മൈ സ്വീറ്റ് ഡിയർ എന്ന കൊറിയൻ BL ഡ്രാമ കാണാം. അപ്പോൾ ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നത് ഒരു പയ്യൻ കുളിച്ചിട്ട് വരുന്നതായിട്ടാണ്. അവനെ കാണാൻ നല്ല ഹാൻസം ആയിട്ടുണ്ട്. ആ ഹാൻസമായ പയ്യൻ വേറെ ആരുമല്ല, നമ്മുടെ കഥയിലെ ഫസ്റ്റ് ഹീറോയാണ്. അവൻ്റെ പേര് ചോയ് എന്നാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥയിലെ സെക്കൻഡ് ഹീറോയാണ്. അവൻ്റെ പേര് യൂൻ എന്നാണ്. അവനൊരു ഷെഫാണ്. ഇതിൽ യൂൻ ഒരു ഷെഫായതുകൊണ്ട് തന്നെ അവൻ എന്തോ ഒരു പുതിയ ഫുഡ് തയ്യാറാക്കിയാണ്. എന്നിട്ട് അവനത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടേക്ക് മറ്റൊരു പയ്യൻ വരുന്നുണ്ട്. അവനെ കണ്ടുടനെ യൂനാണെങ്കിൽ അവൻ ആ ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. അവനത് കഴിച്ച ഉടനെ പറയണു, ആ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, കൊള്ളാമെന്ന്. ഇവനെ നമുക്ക് റെയാൻ എന്ന് വിളിക്കാം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മറ്റൊരു പയ്യൻ വരുന്നുണ്ട്. അവൻ വന്നിട്ട് യൂനോട് പറയുന്നു, ഇവിടേക്ക് വന്നിരിക്കുന്ന ഒരു കസ്റ്റമറിന് ഷെഫ് യൂനെ കാണണമെന്ന് പറഞ്ഞെന്ന്. അങ്ങനെ ഇത് കേട്ടുടനെ യൂനാണെങ്കിൽ അവനോടൊപ്പം പോകുന്നുണ്ട്. ഇവനെ നമുക്ക് ജെയിംസ് എന്ന് വിളിക്കാം. അകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കസ്റ്റമർ മറ്റാരുമല്ല, ചോയിയാണ്. ചോയിയെ കണ്ടുടനെ യൂൻ ചോദിക്കുന്നുണ്ട്, അല്ല സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫുഡിനെന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ആക്ഷൻ കാണിക്കുകയാണ്. കുറച്ച് ഫുഡ് എടുത്തിട്ട് അത് കഴിക്കുന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യം യൂനിനൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ അവൻ കാണിക്കുന്ന സമയത്ത് അവൻ ആ ഫുഡ് കഴിച്ചു നോക്കുന്നുണ്ട്. യൂൻ കഴിക്കുന്നത് കണ്ടിട്ട് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ഫുഡെന്ന്. അപ്പോൾ യൂനാണെങ്കിൽ ചോദിക്കുന്നു, അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതവിടെ നിൽക്കട്ടെ, പിന്നെ നമുക്കിടയിൽ ഈ സീരിയസ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഒന്നും വേണ്ടെന്ന്. അപ്പോൾ യൂൺ ചോദിക്കുന്നു, നമുക്കിടയിലോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, നമുക്കിടയിലെന്ന്. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ചോയ് എണീക്കുന്നുണ്ട്. ചോയ് അവിടെ നിന്ന് എണീറ്റുകൊണ്ട് യൂനിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവൻ്റെ എയർഫോൺ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അതും ആ സമയത്ത് രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷം ചോയ് ആണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് നടക്കുകയാണ്. നടന്ന് കുറച്ചെത്തുന്ന സമയത്ത് അവൻ തിരിഞ്ഞു നോക്കിയിട്ട് യൂനിനോട് പറയുന്നു, നമുക്ക് ഇനിയും കാണാമെന്ന്. യൂനാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ അവിടെ നിൽക്കുന്നു. അടുത്ത സീൻ ഒരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. ഇവളാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ. ഇവളുടെ പേര് ലോറ എന്നാണ്. അവൾ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന എല്ലാവരും യൂനിനെ പറ്റിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. യൂനിന് ഒരുപാട് ഫാൻസ് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് അവൾ പറയാണ്, ഇത് എൻ്റെ കമ്പനിയാണോ അതോ യൂനിൻ്റെ കമ്പനിയാണോ എന്ന്. ഇവളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് യൂൻ വരുന്നുണ്ട്. യൂനിനെ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അങ്ങനെ അവൾ അവനെ കണ്ടുടനെ അവനോട് പറയുന്നു, യൂൻ ഇവിടെ വന്ന് ഇരിക്കാൻ. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, നീ ഇന്ന് ഒരുപാട് ബിസി ആയിരുന്നല്ലേ, നിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നീ നല്ല ടയേർഡായിട്ടുണ്ടെന്ന്. അപ്പോൾ അവനാണെങ്കിൽ അവളോട് പറയുക, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ. അങ്ങനെ അവൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് അവൻ്റെ ഫോണിൽ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. യൂൻ ആ ഫോട്ടോസ് കണ്ടതിന് ശേഷം അവൾ ഇതുപോലുള്ള വാൾപേപ്പേഴ്സൊക്കെ നമ്മൾ കുറച്ച് യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ക്ലാസിക്കലായിട്ടുള്ള ഫുഡ് കുറച്ച് അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡും കൂടെ സെർവ് ചെയ്യാനായിട്ട് നോക്കണമെന്ന്. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ നേരത്തെ തന്നെ ഇതിനുള്ള ഉത്തരം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അവൾ പറയും, എനിക്കത് അറിയാം, പക്ഷേ എനിക്ക് എൻ്റെ റെസ്റ്റോറൻറ്റിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളാണുള്ളത്. എല്ലായിടത്തും എൻ്റെ റെസ്റ്റോറൻറ്റ് ലോഞ്ച് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുമാത്രമല്ല എനിക്കറിയാം നീ ഉണ്ടാക്കുന്ന ക്ലാസിക് ഫുഡ് എല്ലാം നല്ലതാണെന്ന്, പക്ഷേ എന്നാൽ പോലും ഇവിടെ ട്രെൻഡി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുവന്നേ പറ്റുള്ളെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് യൂൻ പറയും, എനിക്ക് തോന്നുന്നത് ട്രെൻഡി ഫുഡിനെക്കാട്ടിയും നല്ലത് ക്ലാസിക് ഫുഡാണെന്ന്. അപ്പോൾ ഇവനോടാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാത്തത് കൊണ്ട് അവളാണെങ്കിൽ അവിടെ നിന്ന് എണീറ്റിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഇരിക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, ക്ലാസിക് ഫുഡ് നല്ലത് തന്നെയാണ്, പക്ഷേ എന്നാലും കുറച്ചുകൂടി ട്രെൻഡിങ് ഫുഡ് കൊണ്ടുവന്നാലേ നമ്മുടെ റെസ്റ്റോറൻറ്റ് കുറച്ചുകൂടെ ഹൈ ലെവലിൽ എത്തുക. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ ട്രെൻഡിങ് ഫുഡുകൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണെന്ന്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ചോയിയാണ്. ചോയ് ആണെങ്കിൽ ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കോൾ ചെയ്ത ആളെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ ചോയ് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, അല്ല ചോയ്, നിനക്ക് പെട്ടെന്ന് എവിടെ നിന്നാണ് ഇത്രയും കാശ് കിട്ടിയത്, നിനക്ക് വല്ല ലോട്ടറിയാണോ അടിച്ചോ എന്ന്. അപ്പോൾ ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പൈസ തന്നു തീർത്തോ, പിന്നെ എന്തിനാണ് അത് എവിടെ നിന്ന് കിട്ടി, അതെങ്ങനെ കിട്ടിയെന്നൊക്കെ അറിയുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. എന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. കോള് കട്ട് ചെയ്തിട്ട് അവൻ പറയാണ്, അവനൊരു ലോട്ടറി വിൻ ചെയ്തു എന്ന്. എന്നിട്ട് അവൻ പെട്ടെന്ന് ഓർക്കുന്നത് യൂനാണ്. യൂനും അതേസമയം അവിടെ നിന്ന് ചോയെ ഓർക്കുന്നുണ്ട്.
ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ നെക്സ്റ്റ് ഡേ ആയതുപോലെയാണ് കാണിക്കുന്നത്. റയാനാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് പെട്ടെന്നാണെങ്കിൽ ചോയ് വന്ന് അവൻ്റെ പിറകിൽ നിൽക്കുന്നുണ്ട്. അവനാണെങ്കിൽ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നത് കൊണ്ട് അവൻ പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ചോയ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് അവൻ പറയുന്നു, അയ്യോ സാർ ഇവിടെയല്ല നിൽക്കാനുള്ളത്, സാറ് പോയി ഡൈനിങ് റൂമിൽ ഇരിക്കാൻ. ചോയ് ആണെങ്കിൽ റയാൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അവിടെയുള്ള സാധനങ്ങളെല്ലാം പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ ഇരിക്കാനായിട്ട് പോകുന്ന സമയത്ത് റയാൻ പറയണ, അയ്യോ സാർ ഇവിടെയല്ല ഇരിക്കാനുള്ള, സാർ അവിടെ ഡൈനിങ് റൂമിൽ പോയി ഇരിക്കാൻ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ലോറ വരെയാണ്. ലോറയാണെങ്കിൽ ചോയെ കണ്ടുടനെ അവനോട് ഹായ് പറയാണ്. എന്നിട്ട് അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് റയാൻ്റെ അടുത്ത് പറയാണ്, ഇത് ഷെഫ് ചോയി, ഇനി മുതൽ ചോയി നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് കാണുമെന്ന്. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് റയാൻ പറയാണ്, എന്തായാലും ഇത് ഷെഫ് യൂന് അറിഞ്ഞു കാണില്ലെന്ന്. അപ്പോൾ ചോയി പറയുന്നു, ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല, പിന്നെ അതുപോലെ ഒരുപക്ഷെ ഞാൻ ഫ്യൂച്ചറിൽ ഇവിടുത്തെ മെയിൻ ഷെഫാകാനും സാധ്യതയുണ്ടെന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോറ പറയാണ്, പുറത്ത് കസ്റ്റമേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്യണ്, അതുകൊണ്ട് നിങ്ങൾ ഫുഡ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവൾ പോയതിന് ശേഷം റയാൻ പറയുന്നു, വന്നിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സും ഷെഫ് യൂൻ തയ്യാറാക്കുന്ന ഫുഡാണ് ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ചോദിക്കുന്നു, അതിനിപ്പോൾ എന്താ, നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് അറിയാമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഫുഡ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതിന് ഞങ്ങൾക്ക് ആർക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അറിയത്തില്ല, അത് ഷെഫ് യൂനിന് മാത്രമേ അറിയാവൂ എന്ന്. അപ്പം ചോയ് ആണെങ്കിൽ അന്ന് കഴിച്ച ആ ഫുഡാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഓർക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ആ ഫുഡ് തയ്യാറാക്കാനായിട്ട് പോകുന്നുണ്ട്. ചോയ് കുക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടിട്ട് റയാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് യൂനിനെ കോൾ ചെയ്യുന്നുണ്ട്. അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവൻ പറയണ്, നീ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ. അങ്ങനെ അവനാണെങ്കിൽ എന്തിനാണ് അവൻ ഇങ്ങനെ പെട്ടെന്ന് വിളിക്കണേന്ന് അറിയാത്തത് കൊണ്ട് അവൻ പറയുന്നു, നീ എന്ത് കാര്യമായാലും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ. അങ്ങനെ അവൻ പറയുന്നു, നീ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ നോക്കുന്നു. അതിനുശേഷം കാണിക്കുന്നത് യൂൻ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് പോലെയാണ്. യൂനാണെങ്കിൽ അകത്ത് കയറി ഉടനെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ആരാണ് കിച്ചനകത്തേക്ക് പെർഫ്യൂം യൂസ് ചെയ്തിട്ട് കയറിയതെന്ന്. അപ്പം യൂനെ കണ്ടുടനെ ചോയ് ആണെങ്കിൽ യൂൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. യൂനാണെങ്കിൽ ചോയെ കണ്ടുടനെ പറയണ്, ഇന്നലെ എനിക്കിവിടെ വന്ന് ഏപ്പോൺ ശരിയാക്കി തന്ന ആളല്ലേ ഇയാളെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവൻ പറയുന്നു, നീ എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട, എൻ്റെ പേര് ചോയ് എന്നാണ്, നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് യൂൻ ചോദിക്കും, അല്ല നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞു തീർന്നതിന് മുമ്പേ അവൻ വീണ്ടും നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്നു. അപ്പോൾ ചോയ് ആണെങ്കിൽ യൂനിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, ഞാനാണിന്ന് പെർഫ്യൂം യൂസ് ചെയ്തുകൊണ്ട് വന്നത്, മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇമ്പ്രസ് ചെയ്യാമെന്ന് കരുതിയെന്ന്. ഇവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂൻ അവിടെ നോക്കുമ്പോഴാണ് കാണുന്നത് അവൻ ഉണ്ടാക്കുന്ന അതേ ഫുഡ് ആരോ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത് കണ്ടുടനെ അവൻ ദേഷ്യത്തോടെ അവരോട് എല്ലാവരോടും ചോദിക്കുകയാണ്, അല്ല ഈ ഫുഡ് ആരാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അവരെല്ലാവരും പേടിച്ച് ചോയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ചോയ് പറയുന്നു, ഞാനാ ആ ഫുഡ് ഉണ്ടാക്കിയതെന്ന്. ചോയ് പറയുന്നത് കേട്ടിട്ട് യൂൻ ചോദിക്കുന്നു, അല്ല നിനക്കെങ്ങനെ അറിയാം ഈ ഫുഡിൻ്റെ റെസിപ്പി എന്ന്. അപ്പോൾ അവൻ പറയുന്നു, അത് ഞാൻ ലാസ്റ്റ് ടൈം കഴിച്ചപ്പോഴേ എനിക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന്. ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്ന യൂനാണെങ്കിൽ അവരോടെല്ലാവരോടും ചോദിക്കുന്നു, ഇയാൾ ഇവിടെ വന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നിന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് ചോയ് പറയും, അയ്യോയ്യോ നീ അവരെ വഴക്കൊന്നും പറയണ്ട, അവരെന്നെ ഒരുപാട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു, പക്ഷേ പറ്റിയില്ല. പിന്നെ ഞാൻ തയ്യാറാക്കി കൊടുത്ത ഫുഡ് കഴിച്ചിട്ട് ആരും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞില്ലെന്നും പറയുന്നു. ഇതും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും യൂനാണെങ്കിൽ അവൻ്റെ ഷർട്ടിൽ പിടിച്ചിട്ട് പറയണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ. യൂൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ചോയ് പറയാണ്, ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് നീ എൻ്റെ അടുത്ത് പുറത്ത് പോകാനായിട്ട് പറയുന്നു. അപ്പം ഇത് കേട്ടിട്ട് യൂൻ പറയുന്നു, എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, നീ മര്യാദയ്ക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. അപ്പം ഇത് കേട്ടിട്ട് ചോയ് ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, ഈ കിച്ചൺ നിൻ്റേതാണോ എൻ്റേതാണോ എന്ന് നമുക്ക് പോകുന്ന വഴി അറിയാമെന്ന്. അങ്ങനെ ഇവരൊരു ഫൈറ്റിന് തയ്യാറായതുപോലെ നിൽക്കുന്ന സമയത്ത് റയാൻ പറയാണ്, ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാണ്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വന്ന് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നോക്കുന്നു. അപ്പം ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ചോയ് ആണെങ്കിൽ യൂനോട് പറയാണ്, ഇപ്പം അർജൻറ്റായിട്ടുള്ള വർക്കുണ്ട്, നമുക്ക് പിന്നെ വന്ന് ഫൈറ്റ് ചെയ്യാമെന്ന്. എന്നിട്ട് രണ്ടുപേരെ വഴിക്ക് പോകുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കൂടെ കുക്ക് ചെയ്യാനായിട്ട് മത്സരിക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ചോയ് ആണെങ്കിൽ ഫുഡ് തയ്യാറാക്കിയതിന് ശേഷം യൂനിന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. അപ്പോൾ യൂനാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവനാണെങ്കിൽ ആ ഫുള്ള് ഫുഡ് എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇടുന്നുണ്ട്.
ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ലോറയും അതുപോലെ യൂനും ചോയും കൂടെ ഇന്ന് സംസാരിക്കുന്നതായിട്ടാണ്. ലോറ യൂനോട് പറയാണ്, യൂൻ ഞാൻ മറന്നുപോയി നിന്നോട് ചോയെ പറ്റി പറയാം. പിന്നെ ഞാൻ അറിഞ്ഞല്ലോ രണ്ടുപേരും വഴക്കിലൂടെയാണ് കണ്ടുമുട്ടിയതെന്ന്. അങ്ങനെ വഴക്കിടാനായിട്ടൊന്നും നിൽക്കരുത്, രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുമ്പോട്ട് പോകണമെന്ന്. അപ്പം ഇതൊക്കെ കേട്ടിട്ട് യൂൻ ചോദിക്കുന്നു, അല്ല എന്ത് പറ്റി നിങ്ങൾ പെട്ടെന്നൊരു ഷെഫിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ ഇപ്പം നിൽക്കുന്ന ടീം നല്ലതുപോലെ തന്നെയല്ലോ കുക്ക് ചെയ്യുന്നതെന്ന്. അപ്പം ഇത് കേട്ടിട്ട് ലോറ ചോദിക്കുന്നു, നിനക്കറിയാമല്ലോ ഞാൻ ഡിഫറൻ്റ് ആയിട്ടാണ് ചിന്തിക്കുന്നതെന്ന്, അതുകൊണ്ട് ഞാൻ കരുതി ഒരു പുതിയ ഷെഫിനെ ഇവിടെ നിയമിക്കാമെന്ന്. അതുമാത്രമല്ല അതിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും പറ്റുമല്ലോ. പിന്നെ ഞാനൊരു മത്സരം വെക്കുന്നുണ്ട്. ട്രെൻഡി ഷെഫായിട്ടുള്ള ഷെഫ് ചോയും അതുപോലെ ക്ലാസിക് ഷെഫായിട്ടുള്ള ഷെഫ് യൂനും തമ്മിലുള്ള മത്സരമാണ്. ഒരു മന്തിലെ ടെസ്റ്റാണത്. അതിനായിട്ട് നിങ്ങൾ രണ്ടുപേരും ന്യൂ ഡിഷസ് തയ്യാറാക്കണം. അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് VIP കസ്റ്റമേഴ്സൊക്കെ വരുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടതിന് ശേഷം യൂൻ ചോദിക്കുകയാണ്, അപ്പോൾ ആ ഇവാലുവേഷന് ശേഷം എന്താകുമെന്ന്. അപ്പോൾ അവൾ പറയുന്നു, എന്താകാനാണ്, എന്തായാലും ഒരു കിച്ചണിൽ 2 ഹെഡ് ഷെഫ് വരാൻ പറ്റില്ല, അതുകൊണ്ട് പിന്നെ തുടർന്ന് ഇവിടെ ഒരാളെ കാണുള്ളെന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് യൂനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ ദേഷ്യം അത്രയും തീർക്കുന്നത് അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസ്സിലാണ്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് അവനൊരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ടാണ്. അപ്പോഴാണെങ്കിൽ റെയാനും അതുപോലെ ജെയിംസും രണ്ടുപേരും ഓരോ ടീ ആയിട്ട് ഇവന് ഇട്ടുകൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് റെയാൻ പറയാണ്, എങ്ങനെയാണോ എന്തോ ചോയ് കറക്റ്റായിട്ട് യൂൻ ഉണ്ടാക്കുന്ന ഫുഡ് അതേപോലെ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ഇവനിങ്ങനെ പറയുന്ന സമയത്ത് യൂനാണെങ്കിൽ ചോയ് ഉണ്ടാക്കിയ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ആലോചിക്കുന്നത്. യൂനത് ടേസ്റ്റ് ചെയ്ത രീതി വെച്ച് അവൻ ആ ഫുഡ് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും അവൻ മനഃപൂർവ്വമാണ് അതിനെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ചോയ് വരുന്നുണ്ട്. ചോയ് ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നതെന്ന്, നമുക്ക് നല്ല ഫ്രണ്ട്സായിട്ട് ഇരുന്നൂടെ എന്നുള്ള രീതിയിലാണ് ചോയ് സംസാരിക്കുന്നത്. ഇത് കേട്ടിട്ട് യൂൻ പറയാണ്, 2 പേരിൽ ഒരാളെ എന്തായാലും 1 മാസത്തിന് ശേഷം ഇവിടെ കാണൂ, അതുകൊണ്ട് എനിക്ക് ആരോടും ഫ്രണ്ട്സ് ആകാനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു. അവൻ്റെ പിന്നാലെ തന്നെ ജെയിംസും പോകുന്നുണ്ട്. അടുത്ത സീനിൽ യൂനെയാണ് കാണിക്കുന്നത്. യൂനാണെങ്കിൽ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചോയെ പറ്റിയാണ് പറയുന്നത്. അയാൾ പറയാണ്, ചോയ് അബ്രോഡിലായിരുന്നെങ്കിലും അയാൾ ഒരു സ്ഥലത്തും ഗ്രാജുവേറ്റ് ആയതുപോലെയൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല, അതുപോലെ അത്രയ്ക്ക് വലിയ ഒരു ഷെഫൊന്നും അല്ല അയാളെന്നും പറയുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ആയതുപോലെയാണ്. രാവിലെ ചോയ് ആണെങ്കിൽ നല്ല സന്തോഷത്തിൽ ഒരു കവറും പിടിച്ച് റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് അവിടെയുള്ള എല്ലാ സ്റ്റാഫിനും ഓരോ എയർപോണായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ യൂനിനും കൊണ്ട് കൊടുക്കുന്നു. പക്ഷെ അവനാണെങ്കിൽ അത് വാങ്ങുന്നില്ല. അടുത്ത സീനിൽ അവരെല്ലാവരും കൂടെ ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ യൂനാണെങ്കിൽ അവരെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കുകയും അതുപോലെ കഴിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് എണീറ്റിട്ട് പറയണേ, എനിക്കിവിടെ ഇരുന്നിട്ട് ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ പോകുന്നു എന്ന്. യൂൻ പറയുന്നത് കേട്ടിട്ട് റെയാൻ പറയാണ്, നീ പോവല്ലേ, നീ അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവനാണെങ്കിൽ അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ചോയും യൂനും കൂടെ വഴക്കിലെത്തുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അത് വഴക്കിലേ അവസാനിക്കുള്ളെന്ന് മനസ്സിലാക്കിയിട്ട് റെയാനാണെങ്കിൽ പുതിയതായിട്ട് വന്ന മെമ്പറല്ലേ ചോയ് അവരുടെ ടീമിൽ, അതുകൊണ്ട് അവനൊരു ടാസ്ക് കൊടുക്കുന്നു, പാട്ട് പാടാനായിട്ട്. അങ്ങനെ ചോയ് ആണെങ്കിൽ നല്ലതുപോലെ അവിടെ പോയി നിന്ന് പാട്ട് പാടുന്നുണ്ട്. അതും അവൻ യൂനിന് വേണ്ടി പാടുന്ന പാട്ട് പോലെയാണ് അത് തോന്നുന്നത്. ചോയ് പാടുന്നത് കേട്ടിട്ട് റെയാൻ പറയണേ, നല്ലൊരു കുക്കാണ് ചോയ്, അതുപോലെ ഇപ്പം നല്ലൊരു പാട്ടുകാരനാണെന്നും തെളിയിച്ചിരിക്കുന്നു എന്ന്. യൂനാണെങ്കിൽ കുടിച്ച് ബോധം കെട്ട് അവിടെ വീഴുന്നുണ്ട്. അവൻ ബോധം കെട്ട് വീണ ഉടനെ തന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് വിളിച്ച്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും അവരെല്ലാവരും പറ അവിടെ നിന്ന് എങ്ങോട്ടൊക്കെയോ ഇറങ്ങി ഓടുന്നുണ്ട്. ചോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജെയിംസിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോകുന്നെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നിങ്ങൾ നല്ലതുപോലെ അവനെ നോക്കിക്കൊണ്ടേന്ന് പറഞ്ഞിട്ട് അവനും പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നു. അവസാനം അവിടെ ചോയ് മാത്രം ഒറ്റയ്ക്കാകുന്നു. യൂനാണെങ്കിൽ ചോയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ അത് ഫുള്ള് തിന്ന് തീർത്താ എന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു എന്തോന്നെന്ന്. അപ്പോൾ അവൻ പറയുന്നു, നീ ജെല്ലി ഫുള്ള് കഴിച്ച് തീർത്തല്ലേ എന്ന്. എന്നിട്ട് ജെല്ലി എന്നും പറഞ്ഞ് യൂനാണെങ്കിൽ പോയി ചോയിലെ ചെവിയിൽ കടിക്കുന്നുണ്ട്. അതാ നല്ലതുപോലെ അവന് വേദന എടുക്കുന്നുമുണ്ട്. അവസാനം ചോയ് എങ്ങനെയൊക്കെയോ അവനെ അവിടെ നിന്ന് പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു.
അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.